ഇവനെ സോംബി കടിച്ചെങ്കിലും വേഷമല്ലാതെ സ്വഭാവം മാറിയില്ല. പക്ഷേ സോംബികൾ ഇവനെ അവരിലൊരാളാണെന്ന് കരുതി ഒന്നും ചെയ്തില്ല. സുഹൃത്തുക്കൾ ജീവനായി ഓടുമ്പോൾ അവൻ സോംബികൾക്കിടയിൽ ഭയമില്ലാതെ ഗോൾഫ് കളിക്കുന്നത് കണ്ട് 3 അപരിചിതർ ഞെട്ടി. ഇതുകണ്ട് ആളാവാൻ നോക്കിയ മർഫി താൻ ലോകത്തിലെ ഏക സോംബി വാക്സിൻ കുത്തിവെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവർ തന്നെ ഉപദ്രവിക്കാത്തതെന്നും അവരോട് വെളിപ്പെടുത്തി. എന്നാൽ ഇത് വലിയൊരു ആപത്തിന്റെ തുടക്കമായിരുന്നു. രാത്രി ഭക്ഷണത്തിനിടെ ആ അപരിചിതർ വർഷങ്ങളായി സൂക്ഷിച്ച വൈൻ നൽകി എല്ലാവരെയും മയക്കി കിടത്തി. മർഫിയുടെ സുഹൃത്തുക്കൾ ഉണർന്നപ്പോൾ കൈവിലങ്ങണിഞ്ഞ നിലയിലായിരുന്നു. മുന്നിൽ ഒരു സോംബിയും ഉണ്ടായിരുന്നു. മർഫിയെ അവിടെ കണ്ടില്ല. ആ അപരിചിതർ അവനെ കടത്തിക്കൊണ്ടുപോയിരുന്നു. വിലപിടിപ്പുള്ള മരുന്നുകൾ നിറഞ്ഞ ഒരു പഴയ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിലേക്കാണ് അവർ അവനെ എത്തിച്ചത്. മരുന്നുകൾക്കായി മുൻപ് നടത്തിയ ശ്രമങ്ങളെല്ലാം ദുരന്തത്തിലാണ് അവസാനിച്ചത് എന്നതിനാൽ മർഫിയായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ. എന്നാൽ അവിടുത്തെ സോംബികൾ മരുന്നുകൾ കഴിച്ച് കൂടുതൽ അപകടകാരികളായി മാറിയിരുന്നു. തന്റെ പ്രതിരോധശേഷി അവരിൽ ഫലിക്കുമോ എന്ന് സംശയിച്ച മർഫി സുഹൃത്തുക്കളുടെ രക്ഷാപ്രവർത്തനം പ്രതീക്ഷിച്ച് സമയം തള്ളിനീക്കി. ഈ സമയം തറയിൽ കിടന്ന ആണി ഉപയോഗിച്ച് കൈവിലങ്ങഴിച്ച സുഹൃത്തുക്കൾ കമാൻഡ് സെന്ററിലുള്ള സൈമണെ വിളിച്ചു. സൈമൺ ക്യാമറകൾ വഴി മർഫിയുടെ സ്ഥലം കണ്ടെത്തി അവർക്ക് വഴി കാട്ടിക്കൊടുത്തു. കാവൽക്കാർ തങ്ങളുടെ വണ്ടിയുടെ സുരക്ഷ നോക്കുന്നതിനിടെ മർഫി ഒരു പരീക്ഷണത്തിനായി ഒരു കുപ്പിവെള്ളത്തിൽ തുപ്പി. ആ സ്ത്രീ അത് കുടിച്ച ശേഷം മർഫി കൈ ഉയർത്തിയപ്പോൾ അവൾ ഭയന്നു വിറച്ചു. തനിക്ക് മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ മർഫി ഇത് കൂടുതൽ ഉറപ്പിച്ചു. അവൻ ആയുധമെടുക്കാൻ നോക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയെങ്കിലും ആ സ്ത്രീ എല്ലാം ഒതുക്കി തീർത്തു. തുടർന്ന് തൊപ്പി ധരിച്ചയാളിലും മർഫി ഈ ശക്തി പരീക്ഷിച്ചു വിജയിച്ചു. ഒടുവിൽ ഫാക്ടറിയിൽ എത്തിയപ്പോൾ ആദ്യമായി ആ മാരക സോംബിയെ കണ്ട മർഫി ഭയന്നെങ്കിലും അടുത്തേക്ക് പാഞ്ഞുവന്ന സോംബി പെട്ടെന്ന് ഭയന്ന് തിരിഞ്ഞോടിപ്പോയി.